പണ്ട് വോഡോഫോൺ കോമഡി സ്റ്റാറിലെ ഈ WWE ആ ഒരു സെറ്റപ്പിന്റെ സ്പൂഫ് റൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്കിറ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ കണ്ടോ. ആ സ്കിറ്റിനെ എടുത്തിട്ട് അതേപോലെ സിനിമയാക്കി വെച്ചിട്ടുള്ളത് പോലെ ഉണ്ട്. ഞാൻ ഈ സിനിമ വളരെ ഭയങ്കര എക്സ്പെക്ടേഷനിൽ കാണാൻ വേണ്ടി പോയ പടമാണ്. കാരണം ഈ പടത്തിന്റെ ടീസർ വന്ന സമയത്തെല്ലാം ഇതിന്റെ ഒരു കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ശങ്കർ ഇസാൻ ലോയിയാണ് ഈ പടത്തിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫൈറ്റ് എല്ലാം കുറച്ച് കാണുന്ന സമയത്ത് ഭയങ്കര നമുക്ക് ഭയങ്കര ആന്റിസിപ്പേറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിന്ന പടമായിരുന്നു. പിന്നെ ജനുവരിയിൽ പ്രത്യേകിച്ച് അങ്ങനെ സിനിമകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഫസ്റ്റത്തെ ഒരു 2-3 വീക്കിലൊന്നും. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അതായത് പടത്തിൽ മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇല്ലേ, ഈ ഈ സിനിമയുടെ കഥയെല്ലാം എത്ര പ്രിഡിക്റ്റബിൾ ആണ്. അതായത് നമ്മൾ പണ്ട് സ്കിറ്റിൽ കണ്ട അതേ സാധനം തന്നെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു പടം. പക്ഷെ മേക്കിംഗ് കൊണ്ട് പോലും ഇല്ല ഈ പടത്തിനെ ഒന്ന് ഹൈ ആക്കാൻ, ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഇതിന്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടില്ല. അദ്വൈത് നായരാണ് പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അയാളുടെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, മേക്കിങ്ങും വെരി വെരി പുവർ. പിന്നെ ഈ പടത്തിലെ കുറച്ച് നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. പ്രത്യേകിച്ച് ആ റിങ്ങിന്റെ ഈ ഫൈറ്റ് നടക്കുന്ന റിങ്ങിന്റെ ഒരു സീനെല്ലാം എടുത്തിട്ടുള്ളത്, ഫൈറ്റ് കൊറിയോഗ്രാഫി, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി രണ്ടും നല്ല രീതിയിൽ ബോത്ത് ഗോസ് ഹാൻഡ് ബൈ ഹാൻഡ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫൈറ്റ് എല്ലാം എടുക്കുന്ന സമയത്തില്ലേ, സിനിമാറ്റോഗ്രാഫർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടില്ല എങ്കിൽ ആ ഫൈറ്റ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ പടത്തിന്റെ ആർട്ടിസ്റ്റുകൾ, അതായത് എല്ലാ ആർട്ടിസ്റ്റുകളും, റിങ്ങിൽ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ അവരുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇവർ ഗുസ്തി അല്ലെങ്കിൽ ഈ റസ്ലിംഗിന്റെ എന്തൊക്കെയോ ചില സാധനങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഫിസിക്കായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ റോഷൻ, അതുപോലെ തന്നെ വൈശാഖ് നായർ, പിന്നെ അർജുൻ അശോകനും അത്രയ്ക്ക് മോശമൊന്നുമില്ല കേട്ടോ, അയാൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 2-3 ആൾക്കാർ, ഒരു പെൺകുട്ടിയും പിന്നെ കുറച്ച് തടിയുള്ള ഒരു ചങ്ങായും, ആർട്ടിസ്റ്റുകളുടെ പേരറിയില്ല, പിന്നെ വേറൊരാൾ കൂടിയുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ ഫിസിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂമെല്ലാം ഇട്ടുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ, അതായത് പ്ലേസ് ചെയ്യേണ്ട രീതിയിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ഒരു ഫിഗറിനെ അല്ലെങ്കിൽ ആ ഒരു ഓറ ബീറ്റ് ചെയ്യുന്ന വെച്ചാലില്ലേ, അങ്ങനെ ചെറിയ പരിപാടിയല്ല. നമ്മൾ കളങ്കാവിലെ തന്നെ ആ ഒരു പഴയ ഒരു സ്റ്റൈലിൽ മമ്മൂട്ടിയെ കാണുമ്പോൾ പോലും ഇല്ലേ, അയാളുടെ ഒരു ഗെറ്റപ്പ്, ഒരു വരവ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓറ ശരിക്കും ഫീൽ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഈ ബസൂക്ക ആണെങ്കിൽ പോലും ഇല്ലേ, സിനിമയുടെ ഓവറോൾ പോയി കഴിഞ്ഞാൽ വെറും വട്ടപൂജയാണെങ്കിൽ പോലും ചില സ്റ്റിൽസ്, മമ്മൂക്കയുടെ ചില സീനുകളൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു ഫിഗറിനോട് നമുക്ക് തോന്നുന്നൊരു ആരാധനയുണ്ട്. അതൊന്നും നമുക്ക് ഈ പടത്തിലെ മമ്മൂട്ടിയെ കാണുമ്പോൾ തോന്നുകയില്ല. അയ്യോ, നമുക്ക് വിഷമായിപ്പോ. പണ്ട് നമ്മുടെ സ്കൂളിലെല്ലാം ഈ പാരന്റ്സ് മീറ്റിങ്ങിന് ചില കുട്ടികളുടെ ഗ്രാൻഡ് ഫാദറെല്ലാം വരില്ലേ, ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ പാരന്റ്സ്, അച്ഛനും അമ്മയൊക്കെ വരും. ചില വീട്ടിൽ നല്ല ഗ്രാൻഡ് പാരന്റ്സ് വരില്ലേ, അങ്ങനെ വരുന്ന സമയത്ത് അത്രയും പ്രായമായിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ഒരു ബഹുമാനമല്ലേ തോന്നുക. അതുപോലെ അതായത് ഒരു മാസോ അല്ലെങ്കിൽ ഒരു ഓറയോ നമുക്ക് ഫീൽ ചെയ്യില്ല. അയ്യോ, എന്തൊരു രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല വേറെ മമ്മൂട്ടിയുടെ കടുത്ത ആരാധകരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇല്ലേ ആ ഒരു ഗെറ്റപ്പും ആ ഒരു സ്റ്റൈലും കാണുമ്പോഴത്തേക്കില്ലേ പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല. ഇവർ അണ്ടർടേക്കറിനെയാണ് ഉദ്ദേശിച്ചത്, പഴയ ബുള്ളറ്റെല്ലാം വെച്ചിട്ട്. ഇതൊരുമാതിരി നമ്മുടെ ഭാർഗവ ചരിതം സിനിമയിലെ ഈ ഭാർഗവന്റെ കൂടെ 2 ആൾക്കാരില്ലേ, കണ്ണപ്പൻ ഇസ്മയിലും, അവർക്ക് പ്രായമായതുപോലെ ഉണ്ട്. എന്നിട്ട് അതേ സിനിമയിൽ തന്നെ ഈ ശ്രീനിവാസനെ ഇവർ ഒരു സർക്കസിന് വേണ്ടിയിട്ട് ഒരു കുഴൽ പോലത്തെ സാധനത്തിനകത്ത് ഇങ്ങനെ വെക്കില്ലേ, അതുപോലത്തെ ഒരു ഫിഗർ, ആ ഒരു ചപ്ര വിഗും ഒരു ടവലും ഫിസിക്കും ഒക്കെ അത് ഫിസിക്കലി ഭയങ്കര വീക്കറായിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. മീൻസ് ഒന്നാമത് ഏജായി, പിന്നെ ഈ നെക്കിന്റെ അടുത്തുള്ള ഈ ചെസ്റ്റിന്റെ ഒരു വളവ് വരുമല്ലോ ആൾക്കാർക്ക് പ്രായമാകുന്ന സമയത്ത്, അത് കാണാതിരിക്കണം തോന്നുന്നു. ഹൈ നെക്ക് ആയിട്ടുള്ള ടീഷർട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പുറമെ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. അത് ഒരു നമ്മുടെ റെയിൻകോട്ടിന്റെ ഷർട്ട് ഇല്ലേ, അതുപോലത്തെ ഒരു ഷർട്ട്. എന്നിട്ട് ക്ലൈമാക്സിൽ റിങ്ങിൽ അടി നടക്കുന്ന സമയത്ത്, അതായത് അർജുൻ അശോകനും നമ്മളെ ഇവന്റെ എന്റെ പേര് വൈശാഖ് നായറിന്റെ നല്ലൊരു ഫൈറ്റ്, അത് ഫൈറ്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അന്നേരം ഈ ക്യാരക്ടർ, ഈ വാൾട്ടർ ഇല്ലേ, കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്. നമ്മൾ ഈ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിനെക്കാട്ടിലും മുമ്പ് ഈ രേവതി, ആലിയ ഭട്ടിന്റെ എല്ലാം ഒരു പരസ്യം വരില്ല, ടൂത്ത് പേസ്റ്റിന്റെ, അതിലൊരു ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിക്കില്ലേ, അതുപോലെ. അതായത് ബസൂക്കയിൽ ഇയാൾ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇല്ലേ, എക്സ്പ്രഷൻ എല്ലാം ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഏതോ ഒരു പടത്തിൽ സുരാജ് ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്നുണ്ട്, അതിന്റെ എല്ലാം ഒരു വേറൊരു വേർഷൻ നമുക്ക് അയ്യേ തോന്നിപ്പോയി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല.
വളരെ ഇത്രയ്ക്ക് മോശമായിട്ടില്ലേ മമ്മൂട്ടിയെ മറ്റേ വേറെ ഒരു പടത്തിലും ഇങ്ങനെ ക്യാമിയോ ആയിട്ട് വെച്ചിട്ടുണ്ടാവില്ല. വളരെ മോശമായി പോയി. പ്രത്യേകിച്ച് ഇത്രയും എന്താണ് ലെജൻഡറി ആയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കാണിക്കുന്ന സമയത്തില്ലേ കുറച്ചെല്ലാം അവർക്ക് സെൻസ് ഉപയോഗിക്കാം. ഇതിന്റെ എന്താണ് നമുക്ക് ഒരു തരത്തിലും എന്താ അതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വളരെ മോശമായി പോയി. ഈ രീതിയിലൊന്നും ഒരിക്കലും അദ്ദേഹത്തിന് പ്ലേസ് ചെയ്യാൻ വേണ്ടി പാടില്ല. വളരെ മോശമായി പോയി ആ ഒരു പ്ലേസിംഗ് എല്ലാം. ഇനി ഈ പടത്തിന്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, നമുക്കിപ്പോ ഒരു ഡ്രാമ, അതായത് ഇപ്പോൾ സ്പോർട്സ് ഡ്രാമയാണെന്ന് തന്നെ വിചാരിക്കുക. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുള്ള ഈ ആലപ്പുഴ ജിംഖാനയെല്ലാം നോക്കി, അതിന്റെ കഥ വെച്ചാൽ വളരെ ചെറിയ കഥയാണ്. സ്ക്രിപ്റ്റ് പരമായിട്ട് വലിയ മാജിക് ഒന്നും ആ പടത്തിലില്ല. പക്ഷെ മേക്കിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഈ പടത്തിന്റെ. സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഓൾറെഡി ഫ്ലാറ്റ് ആണ്, പ്രത്യേകിച്ച് ഒരു തേങ്ങയില്ലാത്തൊരു സ്ക്രിപ്റ്റ്. ഇപ്പോ സിനിമ നമ്മൾ കാണുന്ന സമയത്ത് ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പോലും നമുക്ക് അവരുമായിട്ട് ഇമോഷണൽ ഒരു കണക്ഷൻ, ഒരു ബോണ്ട് വന്നു കഴിഞ്ഞാലേ നമുക്കിത് കാണാൻ തോന്നും. ഇപ്പൊ ഇനി അതിലത്തെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു റിവൈലറി ആണെന്ന് തന്നെ വിചാരിക്കുക, ഒരു റിവെഞ്ച് ആണെന്ന് വിചാരിക്കുക. ഈ റിവെഞ്ച് എടുക്കുന്നതിന് ഒരു റീസൺ വേണ്ടേ? പ്രത്യേകിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ, എന്തെങ്കിലും ഒരു തേങ്ങ വേണ്ടേ? വെറുതെ ഇങ്ങനെ ഒരു തോന്നും. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം, ഇതിൽ റോഷൻ മാത്യുവും അർജുൻ അശോകനും ലൈക്ക് ഒരു ബ്രദേഴ്സിനെ പോലെയാണ്. ബ്ലഡ് റിലേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു ചെറുപ്പം മുതലേ ഒരുമിച്ച് വളരുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഈ റോഷൻ മാത്യുവിന്റെ തലയിൽ ഒരു തുണി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അർജുൻ അശോകന് അയാളെ മനസ്സിലായില്ല. ഇതെന്ത് ലോജിക്കാണ്? ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ലോജിക്കാണ് മറ്റേ മുഖത്ത് ഉണക്കമുന്തിരി വെച്ചിട്ട് ഇത് അപ്പു എന്ന് പറയില്ലേ, ആ ലോജിക്ക് ഇതിനെക്കാട്ടിലും ബെറ്റർ ആണ്. അത്രയും മോശം സ്ക്രിപ്റ്റ്. ഞാൻ ആലോചിച്ചു, ഈ പടത്തിന്റെ പ്രൊഡ്യൂസറിന് അത്യാവശ്യം നല്ല പൈസയും പിന്നെ മമ്മൂട്ടിയുടെ ഡേറ്റും ഇതുപോലെ കുറെ ആർട്ടിസ്റ്റുകൾ, അതായത് ഇതിന്റെ മ്യൂസിക് എല്ലാം ചെയ്തിട്ടുള്ളത് എന്താണ് നമ്മുടെ നാഷണൽ ലെവലിലുള്ള വലിയ ശങ്കർ മഹാദേവന്റെ ടീമെല്ലാം മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അവരുടെ എല്ലാം ഡേറ്റ് കിട്ടി. പക്ഷെ ഇയാൾക്ക് 5 പൈസയുടെ ബുദ്ധിയില്ല. ഒരു കഥ വായിച്ചിട്ട് ഇത് വർക്കാവോ ഇല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇയാൾക്ക് ഇല്ലാതായി തോന്നുന്നു. പിന്നെ ഡയറക്ഷൻ, ആദ്യത്തെ പടമാണ്, ഓക്കെ. പക്ഷേ സ്ക്രിപ്റ്റ് എല്ലാം കുറച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, മേക്കിംഗ് എല്ലാം കുറച്ച് നന്നാക്കിയിരുന്നെങ്കിലേ ഇത് നമുക്ക് കണ്ടിരിക്കാനെങ്കിലും തോന്നും. ഇത് വളരെ ഫ്ലാറ്റ് ആയിട്ട് ഇന്റർവെൽ എല്ലാം കാണുന്ന സമയത്ത് നമുക്ക് ഒന്നും തോന്നില്ല. അതിനേക്കാളും വേറൊരു കോമഡി കേട്ടോ, ഒരു സീനില്, അതായത് ഈ റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടില്ലേ, ഒരു വാട്ടർ ടാങ്ക് പോലത്തെ ഒരു സാധനത്തിനകത്ത് ഒരു പവർ ഹൗസ് ആയിട്ട് കാണിക്കുന്നത്. ആ പവർ ഹൗസ് കണ്ടപ്പോഴേ എന്റെ എല്ലാം പോയി. മറ്റേ ഡോഗേഷ് കണഗുണരാജിന്റെ പവർ ഹൗസ് ഇല്ലേ, അതേ സാധനം. അത് വന്നതും പടം പിന്നെ ചാണകപ്പച്ചയായി പോയി. ഇത് ചത്തപ്പച്ചല്ല, ഇത് ചാണകപ്പച്ചയാണ്. ചാണകം എന്ന് വെച്ചാൽ ഫ്രഷ് ചാണകം പോലെയല്ല, ഉണക്ക ചാണകമില്ലേ, അതുപോലത്തെ ഒരു സാധനം. വലിയ പ്രതീക്ഷയോടെ കാണാൻ പോയ ഒരു പടമായിരുന്നു. പൊളിഞ്ഞ് പാളീസായി പോയിട്ടോ, അത് ഒട്ടും പോരാ. ഞാൻ തീരെ ഹാപ്പി അല്ല. പക്ഷെ അവർ അത്രയെല്ലാം എഫേർട്ട് എടുത്തിട്ടും, പ്രത്യേകിച്ചിലത്തെ റിങ്ങിലത്തെ ഫൈറ്റ് എല്ലാം ചെയ്യണമെങ്കിലില്ല, നല്ല പണിയുണ്ട്. അതിനൊന്നും ഞാൻ അങ്ങനെ ചെറുതായി കാണുന്നതല്ല. ആ റിങ്ങിലെ ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ നല്ല പണിയാണ്, നല്ല ഫിസിക്കൽ എഫേർട്ട് നല്ലോണം ഉണ്ട്. പക്ഷെ ആ എഫേർട്ട് എടുത്തതിൻ്റെ ഒന്നും ഇല്ലേ, ഒരു റിസൾട്ട് ഇല്ല. മനസ്സിലായില്ലേ? വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പടം, പക്ക നിരാശ മാത്രമായിരുന്നു. പടം പച്ച തൊട്ടിട്ടില്ല. ഇതാണ് ചത്ത പച്ച, പേര് പോലെ തന്നെയായി, ചത്ത് ചത്ത് ചത്ത്.